നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 10 ചൊവ്വാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. എല്ലാ കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണിത്. ശത്രുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായ ക്ഷീണം, വിഷഭയം എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. നിയമപരമായ കാര്യങ്ങളിൽ പരാജയ സാധ്യതയുള്ളതിനാൽ എല്ലാ ഇടപാടുകളിലും അതീവ ജാഗ്രത പുലർത്തുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനും സാഹചര്യമുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സമാധാനവും നിലനിൽക്കും. സമൂഹത്തിൽ കീർത്തി വർദ്ധിക്കാനും പുതിയ നല്ല സൗഹൃദങ്ങൾ നേടിയെടുക്കാനും ഇന്ന് സാധിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. പുതിയ വാഹനം സ്വന്തമാക്കാനും അനുകൂലമായ സാഹചര്യമാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയും ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കുകയും ചെയ്യും. കോടതി കേസുകളിൽ പ്രതീക്ഷിച്ചതുപോലെ അനുകൂലമായ വിധി ലഭിക്കാൻ അവസരമുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. അധികമായ സഞ്ചാരശീലവും കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം. അന്യദേശവാസത്തിന് സാധ്യതയുണ്ടെങ്കിലും കാര്യമായ പുരോഗതിയോ ഉയർച്ചയോ അനുഭവപ്പെടാത്ത അവസ്ഥ ഉണ്ടായേക്കാം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ശാരീരികമായ ക്ഷീണവും ആരോഗ്യക്കുറവും അലട്ടാൻ സാധ്യതയുള്ള ദിവസമാണിത്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സിന് അശാന്തി അനുഭവപ്പെട്ടേക്കാമെങ്കിലും ക്ഷമയോടെ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. തൊഴിൽ മേഖലയിൽ മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണിത്. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരവും ഉയർന്ന സ്ഥാനമാനങ്ങളും ലഭിക്കും. സർക്കാർ തലത്തിലുള്ള കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നത് വഴി പ്രശസ്തി വർദ്ധിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ഇന്ന് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ജീവിത പങ്കാളിയുമായോ മക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ഇത്തരം സാഹചര്യങ്ങൾ സംയമനത്തോടെയും വിവേകത്തോടെയും കൈകാര്യം ചെയ്യുന്നത് ഗുണം ചെയ്യും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സ്വന്തം കഴിവുകൾ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നത് വലിയ സന്തോഷം നൽകും. സുഖപ്രദമായ ഉറക്കവും ഇഷ്ടഭക്ഷണവും ലഭിക്കുന്ന ദിവസമാണിത്. അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ ഇന്ന് ചെറിയ തോതിലുള്ള തർക്കങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ സാധ്യതയുണ്ട്. ക്ഷമയോടെ പെരുമാറുന്നത് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ദിവസമായിരിക്കും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പ്രശസ്തി വർദ്ധിക്കുന്നതിനൊപ്പം സാമ്പത്തിക സ്ഥിതിയിലും കാര്യമായ പുരോഗതി ഉണ്ടാകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ അലട്ടാൻ സാധ്യതയുള്ള ദിവസമാണിത്. തൊഴിൽ രംഗത്ത് അനാവശ്യമായ തടസ്സങ്ങൾ നേരിട്ടേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.